മോളെ, അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? എനിക്ക് ഇന്നു മുതൽ മക്കള് നാലാ. എന്റെ മോളെ ഇത്. എന്റെ കണ്ണടയുന്നവരെ അങ്ങനെ തന്നെ ആയിരിക്കും. അച്ഛമ്മ, പപ്പ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നൊരു ചടങ്ങുണ്ടല്ലോ, നാളെ അങ്ങോട്ട് വരാം. ശരി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെയാവട്ടെ. വാ മോളെ, നടക്ക്. വായിച്ചി. പോ. ശരി എന്നാലേ. മനസ്സ് തളരാൻ പാടില്ല. ഞാൻ അവളെ നേടേണ്ടവന്, അവളെ കിട്ടാഞ്ഞിട്ട് മരിക്കേണ്ടവനല്ല. ഞാൻ നേടും. എന്തിനാണോ വിളിക്കുന്നത്? നടത്താൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാൻ പോകരുത്. പ്ലീസ് കിരൺ, നിന്റെ വേദന എനിക്കറിയാം. വേദനയോ? എനിക്കോ? അവളെ നഷ്ടപ്പെടുമെങ്കിലല്ലേ ഞാൻ വേദനിക്കേണ്ടതുള്ളൂ. ഞാൻ അവളെ സ്വന്തമാക്കും. ബാലുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ അവളെ പിടിച്ചെടുക്കും. തന്റെ സഹായമൊന്നുമില്ലാതെ ഞാൻ എന്റെ ലക്ഷ്യം നിറവേറ്റും. കിരൺ, ഞാനൊന്ന് പറയട്ടെ. വച്ചിട്ട് പോണം. ഹലോ കിരൺ. മോക്ക് വിഷമായിട്ടുണ്ടാവും, എനിക്കറിയാം. ഏയ്, അമ്മ വിഷമിക്കണ്ട. അല്ല, ഈടെ നടന്ന മാത്രല്ല, കല്യാണത്തിനിടയിൽ നടന്ന ബുദ്ധിമുട്ടുകൾ, സ്വർണത്തിന്റെ കാര്യം, ഇടയ്ക്ക് വന്ന തർക്കങ്ങൾ എല്ലാം മോള് മനസ്സിന്ന് കളയണം. ഏറ്റവും മംഗളകരമായ ഒരു ദിവസമാ കല്യാണ ദിവസം. അതിനിടയില് ഇങ്ങനെയെല്ലാം നടക്കുമ്പോ മനസ്സ് തകർന്നു പോകും. അമ്മേ, അപർണ ഇത്തരം കാര്യങ്ങളിൽ നമ്മളെയും കാളൊക്കെ അഡ്വാൻസ്ഡാ. അമ്മ ഇനി ഓരോന്നും പറഞ്ഞ് അതിനെയൊക്കെ ഓർമ്മിപ്പിക്കാതിരുന്നാ മാത്രം മതി. കല്യാണ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അത് അതോടെ തീർന്നു. നിങ്ങളിരിക്കെ, ഒരു ചടങ്ങുണ്ട്, ഞാനിപ്പ വരാം. അപർണേച്ചിക്കും ചേട്ടനും ഇതുവരെ ഇല്ലാത്ത നാണെന്താ? ഡാടാ, നീ പോയിട്ടെ ആ വണ്ടിക്കാർക്ക് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ട് വാ. ആ, വണ്ടിക്കാരെയൊക്കെ ഞാൻ സെറ്റിൽ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞതിൽ കാര്യം ഇല്ലാതില്ല അല്ലേ? അതെ. പോടാ. എന്തെന്നാടാ രണ്ടാളും കൂടി തുടങ്ങിയാ? ദാ, രണ്ടാളും പാലും പഴവും കഴിക്കും. ഒരു ചടങ്ങാ. ഇതെന്താ, ഒരു പഴവും ഒരു ഗ്ലാസ് പാലുവേ ഉള്ളോ? പാല് പകുതി നീ കുടിച്ചിട്ട് മൂക്ക് കൊടുക്കണം, പഴവും പകുതി കൊടുക്കണം. എടേ, അതിപ്പോ ഞാനല്ലേ പറയേണ്ടത്? എനിക്ക് കുടിക്കാൻ കുഴപ്പമില്ലെങ്കിലോ? എന്നാലും അതൊന്നും ശരിയാവില്ല. എടേ, ഇതൊരു ചടങ്ങ് മാത്രാ. ഇനി അങ്ങോട്ട് നിങ്ങള് പകുത്ത് കുടിക്കാതെയും കഴിക്കാതെയോ ആണോ ജീവിക്കാൻ പോന്നെ? ഓ, ഒരു വലിയ പരിഷ്കാരി വന്നിരിക്കും. കുടിക്കടാ.
കതിർ മണ്ഡപത്തിൽ എന്തൊക്കെയാ സംഭവിച്ചത്? പോലീസ് വരെ വന്നില്ലേ? നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പില് നമ്മളിനി എങ്ങനെ നോക്കും? പോലീസ് വന്ന് ഗുണമല്ലേ ഉണ്ടാക്കിയുള്ളൂ. സുധാമണിയുടെ വീട്ടുകാരുടെയും സത്യസന്ധത എല്ലാവരും തിരിച്ചറിഞ്ഞില്ലേ? നമ്മളായിട്ടാ ആ പാവം സ്ത്രീയെ ഒരു കള്ളിയാക്കിയത്. നമ്മളായിട്ട് കള്ളിയാക്കിയെന്നോ? താലിന്നും പറഞ്ഞൊരു മഞ്ഞച്ചരടും തൂക്കി പിടിച്ചോണ്ട് വന്ന അത് സമ്മതിച്ചു കൊടുക്കണോ? ഇനി കള്ളന്മാര് മോഷ്ടിച്ചുകൊണ്ട് വന്ന സ്വർണം അത് മൂക്ക് പണ്ടമാണോ അല്ലാത്ത പണ്ടോ ആണെന്നൊക്കെ നമുക്കെങ്ങനെ അറിയാം? ഈശ്വര ഭഗവാനെ, ഇതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ എന്നെ അങ്ങോട്ട് വിളിച്ചേക്കണേ. യാമിനി, അളിയ, ഞാനൊരു കാര്യം പറയാം. സന്ദീപ്, നീ പറയാൻ വരുന്ന എന്താണെന്നൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. ഞാൻ തുറന്നു പറയാം. നല്ല വൃത്തിക്ക് നടക്കേണ്ട ഒരു കല്യാണമായിരുന്നു എന്റെ മോളുടേത്. അമ്മയും സന്ദീപൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാ യാമിനിയുടെയും കൂടെ മനസ്സ് മാറിയത്. അത് ശരി, കൊന്നവനല്ല കണ്ടവനാ കുറ്റം അല്ലേ? കണ്ണേ പൊന്നേന്നും പറഞ്ഞു വളർത്തിയ മോളെ കൊല്ലാൻ കൊടുക്കും പോലെ പിടിച്ചു കൊടുത്തതേ നീയാ. ആ. എന്നിട്ടിപ്പൊ ഗുണദോഷിച്ച ഞങ്ങൾക്കായി കുറ്റം അല്ലേ? എടാ മോനെ, ചേർക്കേണ്ട അടുത്തേ ചേർക്കാവൂ. അതാദ്യം മനസ്സിലാക്കും. എനിക്കെല്ലാം മനസ്സിലാവുന്നു. നാളെ മറുവീട് പോകുന്ന ചടങ്ങാ. സന്തോഷത്തോടെ അതിന്റെ രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവിടെ പോണം. ഒരു മറുവീട്, അതും ആ നശിച്ച വീട്ടിലോട്ട്. യാമിനി, ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടി ആ വീട്ടുകാരെ അധിക്ഷേപിച്ച് സംസാരിക്കുക. പക്ഷേ അവരവിടെ എന്ത് സന്തോഷത്തിലായിരിക്കുന്നറിയോ? ഹലോ, നീ എന്താ ആദ്യം ഫോൺ എടുക്കാത്തെ? ഞാൻ വണ്ടി കുറച്ച് മാറ്റി നിർത്തി അങ്ങോട്ട് നടന്നു വന്നോണ്ടിരിക്ക. സൂരജ് വേണ്ട, ഇങ്ങോട്ട് വരണ്ട പ്ലീസ്. അങ്ങോട്ട് വരണ്ടെന്നോ? ദേ, നീ വാക്ക് തന്നതാ, രാത്രി പുറത്ത് വന്ന് എന്നെ കണ്ടോളാന്നു. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു കിട്ടിയപ്പോ കാലു മാറാന്നാണോ? ഞാൻ പറയുന്നൊന്ന് കേക്ക് സൂരജ്. ഇന്ന് പുറത്തു വരാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഏട്ടനും ഏട്ടത്തി കോളനിയിലുള്ളവരെ പരിചയപ്പെടാൻ പോയിരിക്കുക. കല്യാണം നടന്ന ദിവസമായതുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരികയും ചെയ്യും. ഒന്നാമത് ഞാൻ എന്ത് ചെയ്യണോന്ന് അറിയാതെ നിക്കുക. ഏട്ടന്റെ കല്യാണത്തിന്റെ ടെൻഷൻ കൊണ്ടാ ഞാൻ. അതുകൊണ്ടാ സൂരജിന്റെ ഫോൺ വരുമ്പോ ആരെ ഫോൺ ചെയ്യുന്നതെന്നൊക്കെ ശ്രദ്ധിക്കും. സൂരജ് പ്ലീസ് ഇന്ന് വരല്ലേ, ഞാൻ നാളെ വിളിക്കാം. വേണ്ട വേണ്ട വേണ്ട, നാളെ മറ്റന്നാൾ ഒന്നും വിളിക്കണ്ട. ഇന്ന് രാത്രി നമ്മൾ തമ്മിൽ കാണും. ഓരോ ദിവസവും ഓരോ അടവുകളല്ലേ? നീ ഫോൺ വൈബ്രേറ്റർ മൂഡിലിട്ടേക്ക്, അപ്പോ ശബ്ദം കേക്കില്ലല്ലോ. എന്തായാലും എന്നെ പറ്റിക്കാന്നൊന്നും കരുതണ്ട. അങ്ങനെയല്ല സൂരജ്. എങ്ങനെയല്ലെങ്കിലും ശരി, ഞാൻ വരും. പുറത്ത് വന്ന് ഫോൺ ചെയ്യും. നീ വന്നോണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നെന്ന് അപ്പോ കണ്ടോ. ഹലോ, ആ പറഞ്ഞ എനിക്കുള്ളതാ. അവളെ ഞാൻ തന്നെ നേടിയിരിക്കും. അതെ, നീ തന്നെ നേടണം. അങ്ങനെ നേടാൻ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. ആ, അവിടെ
യാമിനി കലിപ്പില്ല. യാമിനിക്ക് അപർണയുടെയും ബാലുവിന്റെയും കല്യാണം നടന്നത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപർണയെ ആ സുധാമണിയുടെ വീട്ടിലേക്ക് അയച്ചതില് മനസ്സ് നീറി നിൽക്കുകയാ അവള് വീട്ടില്. ഇതൊരവസരമാ. ഞാനൊരു പ്ലാൻ പറയാം. വേണ്ട, ഇതിപ്പോ ഞാൻ വർക്കൗട്ട് ചെയ്തോളാം. ഇനി എന്റെ നീക്കങ്ങളിൽ ഒരു പിഴവും വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കാര്യങ്ങൾ നീക്കാം. പുറത്തു നിന്നൊരു ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ അങ്കിളിനെ വിളിക്കാം. മതി, പുറത്തു നിന്നെങ്കിൽ പുറത്തു നിന്ന്. ഇനി ആ ഭാഗത്തുനിന്ന് നീ എന്നെ പുറത്താക്കാതിരുന്നാ മതി. ഞാൻ കൂടെയുണ്ട്. അവളെ നീ നേടുന്നത് എനിക്ക് കാണും. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അമ്മേ. അമ്മയുടെ ഉള്ളിലുള്ള ഒരു ചെറിയ ടെൻഷൻ എന്താന്ന് ഞാൻ പറയട്ടെ. എനിക്ക് ഈ വീട്ടിലെ അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെടുമെന്നല്ലേ? ഇതെന്റെ വീടല്ലേ അമ്മേ? അമ്മ ഇനി എന്റെ അമ്മയും, സാഗറും മീനാക്ഷിയും എന്റെ സഹോദരങ്ങളാ. ബാലുവിനെ പോലെ നല്ലൊരു ഭർത്താവ്. ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീട് അത് ഈ വീടാ. ആഹാ, ദേ കണ്ണു നിറയുന്നു. ഇതൊരു കഷ്ടായല്ലോ. ദേ പാല് തണുത്തു തുടങ്ങി. ബാലുവിടെ വെയിറ്റിംഗാ. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റാ. അമ്മയുടെ വർത്താനം പറഞ്ഞ് നിന്നാ പറ്റില്ല. കണ്ണോടച്ചേ, കണ്ണു തുടക്കേ. ഇനി ഒന്ന് ചിരിച്ചേ. പോരാ, കുറച്ചുകൂടി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ബാലു ചോദിക്കാൻ പോകുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. എന്താ അത്? ഈ വീട്ടില് ഞാൻ ഓക്കെ ആണോ? ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? AC ഇല്ലാത്തത് പ്രശ്നമാണോ? അതൊക്കെയല്ലേ? അതെ. അതെങ്ങനെ മനസ്സിലായി? അല്ല, ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഈ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, കുറച്ചു നേരത്തെ അമ്മയും ചോദിച്ചിരുന്നു ഈ വീട്ടില് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ. എന്റെ മനുഷ്യ, ഇതേ ഇനി എന്റെ വീടാ. ഞാൻ അമ്മയോടും ഇത് തന്നെയാ പറഞ്ഞ്. ആ, പണ്ട് ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോ സീതാദേവി പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്താ? എന്റെ ഭർത്താവ് എവിടെയാണോ അവിടെയായിരിക്കും ഞാനും എന്ന്. എന്റെ ഭർത്താവായ ബാലുവിന്റെ കൊട്ടാരമാണ് ഇനി എന്റെ കൊട്ടാരം. ഈ മുറി അന്തപുരം. ഈ കോളനിയുടെ നടുത്തളമാണ് ഉദ്യാനം. പോരെ? പോരെ. ഇനിയും പറ. താൻ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കാനേ നല്ല രസമാ. അയ്യോടാ, അങ്ങനെ ഓസിനിപ്പൊ കേക്കണ്ട. ഇയാൾ ഇങ്ങോട്ടും വല്ലതും പറ, ഞാൻ കേക്കട്ടെ. എന്നെ ഒന്ന് പുകഴ്ത്തണം. ഞാനാ പുകഴ്ത്തലൊന്ന് ആസ്വദിക്കട്ടെ. ശരി, പൂഴ്ത്തി കളയാം. ഞാനും അമ്മയും മീനാക്ഷിയും ഇതുവരെ കിടന്ന ഈ മുറിയിൽ ഇതാ എന്റെ മാലാകക്കുട്ടി വന്നിരിക്കുന്നു. എങ്ങനെ എങ്ങനെ എങ്ങനെ? ഈ മുറിയിൽ ഞങ്ങൾ 3 പേര് കിടക്കും. സാഗർ പുറത്ത് ദിവാനിലും. അപ്പോ അമ്മയും മീനും ഇന്നു മുതൽ എവിടെ കിടക്കും? മീനാക്ഷിയും സാഗറും ഹാളിൽ കിടക്കും. അമ്മ അടുക്കളയിലും. അമ്മ അടുക്കളയിൽ കിടക്കുന്നോ? ആ, നമ്മൾ ഇന്നു മുതൽ ഇവിടെയല്ലേ. ഒരു ബെഡ്റൂം അല്ലേ ഇവിടെയുള്ളൂ. അമ്മ എന്തൊന്നും മിണ്ടാത്തെ? മോളെ, അത് ഹോളില് ചൂട് കൂടുതലാ. ആടെ എന്തോ പോലെയാ. ഈടെയാകുമ്പോഴേ ജനല് തുറന്നിട്ടാ നല്ല കാറ്റാ. അമ്മേ, ഞാൻ പറഞ്ഞു അമ്മ ഇന്നു മുതൽ ഇങ്ങോട്ട് മാറിയതാണെന്ന്. ആ മുറി ഞങ്ങൾക്ക് വിട്ടു തന്നിട്ട്. അങ്ങനെ അമ്മ ഇവിടെ അടുക്കളയിൽ കിടന്നിട്ടുള്ള മുറിമാറ്റൊന്നും വേണ്ട. അയ്യോ മോളെ, ഇതെല്ലാം സാധാരണയല്ലേ. മോൾ ഇതൊരു സംഭവമായിട്ടൊന്നും എടുക്കണ്ട. ഞാൻ വന്നതുകൊണ്ടാണോ ഇങ്ങനൊരു മാറ്റം വന്നത്? അപ്പൊ ഇതെനിക്കൊരു സംഭവം തന്നെയാ. ഇതൊരു കഷ്ടായല്ലോ. ബാലു, നീ തന്നെ ഓളെ പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞു, പക്ഷേ അപർണയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു തീർത്തിട്ട് ഒരു തീരുമാനത്തിലെത്തും. മോൾ എന്തെന്നായി പറയുന്നേ? ഞാൻ ആ മുറി കിടന്നിട്ട് മോളും ബാലുവും പുറത്ത് കിടക്കണമെന്നാ?
എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. അതങ്ങനെയാ മോളെ. എന്നാലും അമ്മ ഇങ്ങനെ അടുക്കള കിടന്നിട്ട് ബാലു നമുക്ക് കുറച്ചുകൂടെ സൗകര്യമുള്ളൊരിടത്തേക്ക് മാറിയാലോ? ശ്ശേ, എന്താ മോളെ ഇവിടുന്ന് മാറാനാ? അല്ലമ്മേ, എനിക്ക് ഈ വീട് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല. പക്ഷെ എല്ലാവർക്കും സന്തോഷത്തോടെ കഴിയാൻ വേണ്ടി ഇത്തിരി കൂടെ സൗകര്യമുള്ളൊരു വീട്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. മോളെ എനിക്ക് കാര്യം മനസ്സിലായി. എന്റെ കാര്യം ആലോചിച്ചിട്ട് മോക്കൊരു പ്രയാസം അല്ലേ? സത്യത്തില് മോളെ സങ്കടം കണ്ടിട്ട് ഞാൻ സന്തോഷിക്കുമെന്ന്. എന്നെ ശ്രദ്ധിക്കുന്നൊരു മോളെ കിട്ടിയില്ലേ? പിന്നെ ഞാൻ ഈ ചെയ്തത് വലിയ ത്യാഗമൊന്നുമല്ല. ഒരു വീട്ടിലെ സൗകര്യം അനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങള്. അതുമല്ല, മക്കൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത് ഒരു സുഖമാ. അല്ലമ്മേ, അത് ഒന്നും പറയണ്ട. ബാലു, മോളെയും വിളിച്ച് റൂമിലേക്ക് ചെല്ല്. ചേടാ, മനുഷ്യനൊന്നും ഉറങ്ങാൻ സമ്മതിക്കൂലെന്ന് വെച്ചാ എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. എന്റെ ലോകം ഈ അടുക്കളയാ. ഇവിടെ കിടന്ന് ഉറങ്ങുന്നതും ഒരു പ്രത്യേക സുഖ. അപ്പൊ ഗുഡ് നൈറ്റ്. ചെല് ചെല് ചെല്. അമ്മേ, ദാ ഇനി എന്റെ കയ്യിന്ന് വാങ്ങിക്കുവേ. അമ്മ ഓക്കെ ആണല്ലോ? ഡബിൾ ഓക്കെ. അമ്മ കിടക്കട്ടെ, അപ്പുവാ. ശരി. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഇത് ഏതോ ഞരമ്പ് രോഗിയായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കാൻ നടക്കുന്ന ഏതോ ഒരുത്തൻ. അല്ല, ഇനി ചിലപ്പോ പ്രത്യേകിച്ച് ആരെങ്കിലും കാണാൻ വന്നതായി കൂടെ? പ്രത്യേകിച്ച് ആരെ കാണാൻ വന്നോന്നാ ഉദ്ദേശിച്ചേ? അയ്യോ ചേച്ചി, ഞാൻ പൊതുവായിട്ട് അങ്ങ് പറഞ്ഞതാ. ഇന്നാരെ കാണാൻ വന്നോന്ന് ചൂണ്ടിക്കാണിക്കാൻ എന്റെ കയ്യില് തെളിവൊന്നുമില്ലല്ലോ. എന്തായാലും നമുക്ക് നാളെ തന്നെ പിള്ള സാറിനെ കാര്യം അറിയിക്കണം. എന്തായാലും നമുക്കൊരു ഫണ്ട് കളക്ഷൻ നടത്തി കോളനിയിൽ ഒരു CCTV ക്യാമറ വെക്കണം. ഓ, ക്യാമറയും കുടച്ചക്രവും വെച്ചിട്ട് ഒരു കാര്യമില്ലെന്നേ. ആരെങ്കിലും കാണാൻ ഉദ്ദേശിച്ച് നടക്കുന്നവര് ഇവിടെ വെച്ചല്ലെങ്കിൽ പുറത്ത് വെച്ച് കാണും. എന്നാലും ബാലുവിന്റെ ഫസ്റ്റ് നൈറ്റ് അങ്ങ് കൊളമായല്ലോ. അതാ എനിക്ക് സങ്കടം. ഒന്ന് വെറുതെ ഇരിക്കും എന്റെ സുഭാഷിണി ചേച്ചി. അത്രേ ഉള്ളോ? സാരമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ആണോ? പിന്നല്ലാതെ. സത്യം പറഞ്ഞ ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്തൊക്കെയാവും താൻ ചിന്തിക്കുക എന്നത് ഓർത്തിട്ട് ഒരു വെപ്രാളം എനിക്കുണ്ടായിരുന്നു. കല്യാണ മണ്ഡപത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ അത്ര എളുപ്പത്തിൽ മറക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് കയറിയപ്പോ ആ പിള്ളയുടെ ബഹളവും, പിന്നെതാ എത്ര സന്തോഷമായ മൊമെന്റിലാ ഇപ്പോ ഇങ്ങനൊരു സംഭവം നടന്നത്. താൻ അപ്സെറ്റ് ആയല്ലേ? എനിക്കറിയാം, ഒരു പെൺകുട്ടിക്കല്ല ആർക്കായാലും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. തനിക്കൊരു നിരാശ വന്നിട്ടുണ്ടാവുമല്ലേ? ബാലു ഇത് എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടിയത്? ബാലു, ഇതേ എന്റെ വീടാ. ഈ വീട്ടിലെ ഏതു പ്രശ്നവും പരിഹരിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യ, അല്ല കടമയാ. പാചകക്കാരിയുടെ മകനാണ് മരുമകൻ, അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ആ വീട്ടിലേക്ക് നമ്മുടെ കൂട്ടുകാരെയോ ബന്ധുക്കളെയോ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? എന്താ
നമ്മുടെ ബന്ധുക്കാരെയും കൂട്ടുകാരെ അവിടെ കൊണ്ടുചെന്ന അവര് തടഞ്ഞു നിർത്തുവോ? അങ്ങോട്ട് കയറ്റില്ലേ? എന്തെങ്കിലും ചോദിക്കാനുള്ളവർ എന്നോട് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം മറുപടി. ഇന്ന് ആ കിരണുമായിട്ടുള്ള കല്യാണം ഒന്ന് നടന്നാ മതിയായിരുന്നു. നിങ്ങളാ വളമിച്ചു കൊടുത്തത്. നിങ്ങൾ ഒരാളാ എന്റെ മോളുടെ ജീവിതം തൊലച്ചത്. യാമിനി, ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഇക്കാര്യം ഇപ്പൊ സംസാരിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? എത്രയോ പ്രാവശ്യം അങ്ങോട്ടിങ്ങോട്ട് സംസാരിച്ചിട്ടാ നമ്മുടെ ഇഷ്ടത്തിന് ഈ കല്യാണം നടത്തിയത്. ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ മകളുടെ കുടുംബജീവിതത്തില് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് നീ തന്നെയായിരിക്കും. ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, ഞാനൊരു റിയാലിറ്റി പറഞ്ഞതാ. അതുണ്ടാവാതിരിക്കണമെങ്കിൽ നീ ഇത്തിരി അടങ്ങണം. എന്തായാലും നാളെ അങ്ങോട്ട് പോവാണല്ലോ, അവിടെ ചെന്ന് നാളെ അവിടെ ഒന്ന് കാണാം. നാളെ രാവിലെ വരെ ഒന്ന് ക്ഷമിക്കും. ഇപ്പൊ നീ വന്ന് കിടന്നുറങ്ങും പ്ലീസ്. ആണോന്നോ? ഇനി അത് പ്രത്യേകിച്ച് പറയണോ? ഏതായാലും ഇന്ന് ജോലിക്ക് ഞാനും കൂടുക. ഞാൻ എന്താ സഹായിക്കേണ്ടെന്ന് പറഞ്ഞോളൂ. രാവിലത്തെ കാപ്പിക്കുടിക്കുള്ളതൊക്കെ റെഡിയായി. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും സഹായിക്കാനില്ല. പിന്നെ ഒരു ചെറിയ സഹായം ചെയ്താ മതി. പറഞ്ഞോളൂ, എന്ത് സഹായത്തിനും റെഡിയായി ദേ മരുമോള് നിൽക്കുന്നു. മരുമോളൊരു കാര്യം ചെയ്, 1 മിനിറ്റ് കഴിയുമ്പോ ഈ തീ ഒന്ന് താത്തിയിട്ട് തിരിച്ചു പോയി സ്വസ്ഥമായിട്ടിരുന്നോളൂ. അമ്മ ചെന്ന് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് വന്നിട്ട് ചായ ഇട്ട് മോളുടെ റൂമിൽ കൊണ്ടുതരാം. പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ടോ? ഏത് പൈപ്പിൽ നിന്ന്? ഇവിടെ പൈപ്പിൽ വെള്ളം ഉണ്ടല്ലോ. പക്ഷേ ഇന്നില്ല മോളെ. ഇവിടെ ചില ദിവസങ്ങളില് വളരെ കുറച്ചേ വെള്ളം കിട്ടും. ചിലപ്പോ വെള്ളം അങ്ങ് നിൽക്കുകയും ചെയ്യും. പഴയ വാട്ടർ കണക്ഷൻ അല്ലേ. നമുക്ക് രാവിലെ ടാപ്പ് തുറക്കുമ്പോ തന്നെ സൂചന കിട്ടും. പൊട്ടലും ചീറ്റലും ഷൂന്നുള്ളൊരു ശബ്ദവും. ചിലപ്പോ കുറച്ചും കൂടി കഴിയുമ്പോ വെള്ളം നിന്നേക്കും. ഞാനപ്പ ചെന്ന് വെള്ളം എടുത്തിട്ട് ഇതാ വരുന്നു. വെള്ളം എടുക്കാൻ എവിടാ പോകുന്നേ? പുറത്തെ കോമൺ ടാപ്പിലാ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാരും അടന്നെടുക്കുക. കുറച്ചൊന്ന് നേരത്തെ വരാമെന്ന് കരുതി. എന്തായാലും ഭക്ഷണം ഒരുക്കി കഴിഞ്ഞു. ഉച്ചയ്ക്ക് സദ്യക്കുള്ള പായസം വരെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പുമോൾ എവിടെ? അപർണ എവിടെ? അപ്പുമോള് മമ്മി, ചേച്ചി, അപർണേച്ചി ഇങ്ങതാ. എന്താ ഇത്? ഇവിടെ ചില ദിവസങ്ങളിലെ വീടുകളിൽ ഉച്ചവരെ വെള്ളം കിട്ടൂല. പുറത്തൊരു പൊതു ടാപ്പുണ്ട്. ആടെന്നായിരിക്കും അന്ന് എല്ലാരും വെള്ളം എടുക്കുന്നത്. ഇവിടെ വെള്ളം കോരാനാണോ ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് അയച്ചത്? ഇവളുടെ കോലം കണ്ടില്ലേ? ഇന്നലെ ഇങ്ങോട്ട് അയച്ചപ്പോ എങ്ങനെയായിരുന്നു? ഇപ്പൊ നിക്കുന്നത് കണ്ടില്ലേ എന്റെ ഈശ്വര. യോ അപർണന്റെ അമ്മേ, ഞാൻ നിർബന്ധിച്ച് പറഞ്ഞതാ വെള്ളം ഞാൻ പോയി എടുക്കാന്ന്. അപർണ മോൾക്ക് പക്ഷെ ഒരേ നിർബന്ധം. അങ്ങനെ മോളെ ഇഷ്ടത്തിന് പോയതാ, അല്ലാണ്ട് ഞാൻ നിർബന്ധിച്ചതല്ല. സത്യം പറഞ്ഞ മമ്മി, എനിക്ക് ഈ പൈപ്പിൻ ചോട്ടി പോയി വെള്ളം എടുക്കുന്ന പരിപാടി അങ്ങ് ഇഷ്ടപ്പെട്ടു. പലരുമായിട്ട് സംസാരിച്ചു, കുറെ പേരെ പരിചയപ്പെട്ടു, പ്രത്യേകതയുള്ള കഥാപാത്രങ്ങളെ കിട്ടി. സുധാമണിയെ സേവ് ചെയ്യാൻ വേണ്ടിയില്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നു? അല്ലല്ല, വിവാഹം ചെയ്ത് വന്ന് കയറിയില്ല, അതിനു മുമ്പ് തന്നെ അവളെ ബുദ്ധിമുട്ടിച്ച് തുടങ്ങിയല്ലേ? അയ്യോ മാഡം, എന്തെങ്ങനെയാലും പറയുന്നേ? അപർണനെ ഞാൻ ബുദ്ധിമുട്ടിച്ചു. എന്താ മമ്മി? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, നീ ഞങ്ങളോടൊപ്പം വരുന്നോ? നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാനും ബാലും കൂടി 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ടല്ലോ. 2 ദിവസം കഴിഞ്ഞും 3 ദിവസം കഴിഞ്ഞും വരുന്ന കാര്യമൊന്നും അല്ല പറയുന്നത്. ഇപ്പോ ഈ നിമിഷം എന്നേക്കുമായിട്ട് ഞങ്ങളുടെ കൂടെ വരണം. സത്യം പറഞ്ഞ ഈ ഭൂമി പിളർന്നങ്ങ് താഴോട്ട് പോയാൽ എന്തെന്നാ ഞാൻ ആലോചിക്കുന്നേ. ഭൂമിയെ വെറുതെ കുറ്റം പറയണ്ട അച്ഛമ്മേ. മമ്മിയുടെ വിഷമത്തിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. മമ്മി, ഞാനായിട്ട് പറഞ്ഞതാ പൈപ്പിൽ നിന്ന് വെള്ളം പിടിക്കാന്ന്. നീ പറഞ്ഞാലും അവര് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. മമ്മി ഒന്ന് പതുക്കെ, അമ്മയും ബാലും ഒക്കെ കേക്കും. കേൾക്കട്ടെ, അവര് കേൾക്കാനും കൂടെ തന്നെയാ ഞാൻ ഈ പറയുന്നത്. മമ്മി, വെറുതെ വിഷയം ഉണ്ടാക്കരുത്. അപർണേ,
നീ നന്നായി ജീവിക്കണമെന്ന് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ബാലുവിനും ബാലുവിന്റെ വീട്ടുകാർക്കും വിഷമമാവുമെന്ന് കരുതിയ ഞാനൊന്നും പറയാത്തത്. ഇവിടെ നീ ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്നത് കാണുമ്പോ ഞങ്ങൾക്കാകെ വിഷമാവുക. സത്യം പറഞ്ഞാ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. രാത്രി BP കൂടി. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ? മമ്മി, ഞാനിവിടെ ഹാപ്പിയാ. ഒരു ഹാപ്പിയും അല്ല. നിനക്കൊരു അബദ്ധം പറ്റി. നീ ബാലുവിനെ പ്രേമിച്ചു. നിന്റെ ഇഷ്ടത്തിൽ നടന്ന കല്യാണം ആയതുകൊണ്ട് നീ സന്തോഷം അഭിനയിക്കുന്നു. നിങ്ങൾ എല്ലാരും കൂടെ അപ്പുവിനെ എന്തിനാ ടെൻഷനാക്കുന്നേ? അവള് സന്തോഷമായിട്ടല്ലേ കഴിയുന്ന ഇവിടെ. അത് രാവിലെ എഴുന്നേറ്റ് കൊടവും എടുത്ത് വെള്ളം കോരാൻ പോകുന്നതാണ് സന്തോഷം അല്ലേ? മമ്മി, അതെ അതെ, കാപ്പി കുടിക്കാം. നമസ്കാരം. അപർണയുടെ അമ്മയും അച്ഛനും അല്ലേ? എനിക്കറിയാം. അതെ. അല്ല, നിങ്ങൾ അറിഞ്ഞോണ്ട് വിട്ടുപോയതാണോ അതോ അറിയാതെ വിട്ടതാണോ? എന്താ കാര്യം മനസ്സിലായില്ല. അല്ല, സുധാമണിയുടെ വീട്ടിലോട്ട് മോളെ കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നു. അതാ ചോദിച്ചത്, വിട്ടുപോയതാണോ? പിള്ള സാർ, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ മമ്മിയും പപ്പയൊന്നും വിഷമിപ്പിക്കരുത്. മമ്മി, ഇതൊന്നും കാര്യാക്കണ്ട. ഞാൻ ബാലുവിന്റെ വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയ സമയത്തും കുത്തുവാക്ക് പറഞ്ഞ ആളാ. അയ്യോ, അത് കുത്തുവാക്കല്ല മോളെ, സത്യവാക്കാ. സത്യവാക്ക്. ഇവിടുത്തെ കാര്യങ്ങളെ ഈ കോളനിയുടെ ഉടമസ്ഥനായ എനിക്കാണോ ഇന്നലെ വന്നു കയറിയ ഈ മോൾക്കാണോ കൂടുതൽ അറിയാവുന്നത്? ഓ, ദേ, സുധാമണിയുടെ വീട്ടിലോട്ട് കല്യാണം കഴിച്ചയക്കുന്നതിനേക്കാൾ നല്ലത് കൊലയ്ക്ക് കൊടുക്കുന്നതായിരുന്നു. ഒരു നല്ല വീട്ടിലെ കുട്ടിയെ ഇതുപോലെ ഗതി പിടിക്കാത്ത ഒരു വീട്ടിലോട്ട് പറഞ്ഞയച്ച എന്റെ വിഷമം കൊണ്ട് ചോദിച്ചു പോയതാണ്. അയ്യോ വേണ്ട, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ലേ. ദേ, ഇനി ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് അറിഞ്ഞാൽ മതി. അവള് വന്ന് വായി തോന്നിയതൊക്കെ എന്നെ വിളിച്ചു പറയാൻ. അയ്യോ, ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ലേ. എന്നാലും ചുറ്റുപാടുമുള്ളവരോടൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് മതി. അവർക്ക് പെട്ടെന്നെന്തോ അത്യാവശ്യം വന്നു. അതാ തിരക്കിട്ട് പോയത്. അടുത്തൊരു ദിവസം സ്വസ്ഥമായിട്ട് വരാന്ന് പറഞ്ഞു. ഉച്ചയൂണൊക്കെ കഴിക്കാൻ പാകത്തിന്. മോളെ, അമ്മ പറഞ്ഞല്ലേ ഞാൻ ചെന്ന് വെള്ളം എടുക്കാന്ന്. മോളെ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോ മോളെ അച്ഛനും അമ്മക്കെല്ലാം വിഷമം തോന്നൂലേ? അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. അവരുടെ സ്ഥാനത്ത് ഞാനായാലും വിഷമം തോന്നും. അയ്യേ മോളെ, അയ്യേ കരയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? സോറി അമ്മ, നിങ്ങൾക്കെല്ലാം വല്ലാതെ വിഷമായിന്നറിയാം. സോറി. എന്ത് വിഷമം? ഞാൻ കരുതിയത് അവർണേച്ച് വലിയ ധൈര്യശാലിയാണെന്ന്. ഇത്രേ ഉള്ളൂ ധൈര്യം? ചേച്ചി, ഞങ്ങൾക്ക് പ്രധാനം ചേച്ചിയുടെ സന്തോഷ. ഏട്ടനോ അമ്മയോ കരഞ്ഞാലും ഞങ്ങൾ സഹിക്കും. പക്ഷേ ചേച്ചി കരഞ്ഞാൽ ഞങ്ങൾ സഹിക്കില്ല. അല്ലേ മീനാക്ഷി? അപർണ, അമ്മയും സാഗറും മീനാക്ഷിയും ഒക്കെ പറഞ്ഞത് താൻ കേട്ടില്ലേ? ഞങ്ങൾക്ക് തന്റെ സന്തോഷമാ വലുത്. കണ്ണുടച്ചേ, ഒന്ന് ചിരിച്ചേ. ആന്റി അച്ഛമ്മയൊന്നും ഇത്രയും ദേഷ്യം കാണിക്കാൻ മാത്രം ഉള്ളതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. വീട് കാണാനായിട്ട് ഒട്ടും സന്തോഷമില്ലാതെയാ അവര് വന്നത്. ഒരു ചടങ്ങ് നടത്താൻ വന്നതുപോലെയാ എനിക്ക് തോന്നിയത്. ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. താനും ഇനി ഒക്കെ അറിഞ്ഞിരിക്കണമല്ലോ. മോളെ അച്ഛനും അമ്മയും ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല. മോള് വളർന്ന സാഹചര്യം അങ്ങനെയാ. എല്ലാറ്റിനും ഒരുപാട് ജോലിക്കാരൊക്കെ ഉള്ള വീടാ അത്. അതിങ്ങനെ പെട്ടെന്നിങ്ങനെ മോളെ കണ്ടപ്പോ. പെട്ടെന്ന് എങ്ങനെയെന്ന് അമ്മ വെറുതെ സോറി ഒന്നും പറയാൻ പോണ്ടായിരുന്നു. ബാലു, നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട പ്ലീസ്. അതാ അതിന്റെ ശരി.
എന്റെ പ്രയാസം അതല്ല. എന്താ അമ്മേ? ഉണ്ടാക്കി വെച്ച ആഹാരം എന്നാ ചെയ്യാ? അതാണോ പ്രയാസം? ഞാനൊന്ന് പല്ല് തേച്ച് റെഡി ആയിക്കോട്ടെ. 5 മിനിറ്റ് മൊത്തം തീർത്തു തരാം. അങ്ങനെ നീ മാത്രമായിട്ട് തീർക്കണ്ട, നമുക്കെല്ലാം കൂടി ഒരുമിച്ചിരിക്കാം, അല്ല മോളെ? ഹലോ യാമിനി, ഞാൻ ഐശ്വര്യാണ്. ആ ഐശ്വര്യ, എന്താ പുതിയ നമ്പറാണോ? അതെ, പുതിയ നമ്പരാ. എന്താ ഐശ്വര്യ, പ്രതീക്ഷിക്കാത്ത ഒരു വിളി? അതെ, എനിക്ക് യാമിനിയുടെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ് ഐശ്വര്യ? പറഞ്ഞോ. മോളുടെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലേ? ആ കഴിഞ്ഞു ഐശ്വര്യ. വേണ്ടപ്പെട്ടവരെ പലരെയും വിളിക്കാൻ പറ്റിയില്ല, ഓരോരോ തിരക്കുകളെ. ഐശ്വര്യം വിട്ടുപോയി, സോറി. അതൊന്നും സാരമില്ല. ഞാനിപ്പോ വിളിച്ചതേ, മോളെ വിവാഹം ചെയ്തിരിക്കുന്ന പയ്യന്റെ അമ്മയല്ലേ, ആ സുധാമണി, കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന. ആ അതെ, എന്റെ ഒരു ഫ്രണ്ടിന്റെ മോന്റെ വിവാഹം വരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് 1 മാസം അവിടെ നിന്ന് കാപ്പിയും പലഹാരവും ഒക്കെ ഉണ്ടാക്കാനേ ഒരാള് വേണം. കാറ്ററിംഗ് അല്ലേ, വീട്ടിൽ വരുന്നവർക്ക് വേണ്ടിട്ടേ വീട്ടിൽ തന്നെ ആഹാരം ഉണ്ടാക്കാനാ. ആ സുധാമണി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞു. അപ്പോഴോ ആരോ പറഞ്ഞത് യാമിനിയുടെ മകളുടെ മദർ ഇൻ ലോയാണ് സുധാമണി എന്ന്. അങ്ങനെയാ ഞാൻ യാമിനിയെ വിളിച്ചത്. 1 മാസത്തേക്ക് ആ സുധാമണി എന്ന് പറഞ്ഞേക്കാൻ പറ്റുമോ? തരക്കേടില്ലാത്ത ശമ്പളം കൊടുക്കാം. ഹലോ യാമിനി. ഞാൻ വിളിക്കാം. യാമിനി, എന്തു പറ്റി? ഇനി എന്താ പറ്റാനുള്ളത്? മിണ്ടരുത് എന്നോട്. എന്താ മോളെ, നീ എന്തിനാ ഈ ചായക്കപ്പ് എറിഞ്ഞു ഉടച്ചത്? ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലമ്മേ, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാ. നീ കാര്യം പറ യാമിനി. എന്റെ ഒരു കൂട്ടുകാരി ഐശ്വര്യ, അവളിപ്പൊ എന്നെ വിളിച്ചു. അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പാചകം ചെയ്തു കൊടുക്കാനേ അവർണയുടെ അമ്മായിയമ്മയെ കിട്ടുമെന്ന്. അയ്യേ, ഐശ്വര്യ മനഃപൂർവ്വം എന്നെ അവഹേളിക്കാൻ വിളിച്ചതാ. പണ്ടേ അവൾക്ക് എന്നോടൊരു വിരോധമുണ്ട്, അത് ഇതിൽ കൂടെ അങ്ങ് തീർത്തതാ. മോളാ ഫോണിഞ്ഞതാ. ഞാൻ ചോദിക്കാം അവളോട്. സുധാമണി വേണ്ട, ഞാൻ അങ്ങോട്ട് ചെല്ലാം. നാട്ടുകാരുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമൊന്നും ഇല്ലമ്മേ, ഒക്കെ നമ്മുടെ വിധിയാ. എന്ത് വിധിയെന്നാ? അപ്പുമോള് തന്നെയല്ലേ പറഞ്ഞത്, നാട്ടുകാരുടെ ജീവിതമല്ല അവരുടെ ജീവിതമാണ് ജീവിക്കുന്നതെന്ന്. ഓ, നിന്റെ സാരോപദേശം ഒന്ന് നിർത്തടാ. ശരി, ഞാനിനി ഒന്നും പറയുന്നില്ല. എന്ത് വേണം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതി. അമ്മേ, സന്ദീപേട്ടനെ വിളിക്കണം. ചില കാര്യങ്ങൾ ഏട്ടൻ പറഞ്ഞിരുന്നു, അത് കാര്യമായിട്ടൊന്ന് ആലോചിക്കണം. അതെ, കാര്യങ്ങളൊക്കെ നമുക്ക് സന്ദീപിനെ